ഇപ്പം ഇന്ത്യയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണ ഒരു പരിപാടിയുണ്ട്. പരിപാടിയല്ല, ഒരു പാർട്ടി, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, ഒരു ക്രോക്രോച്ച് പാർട്ടി എന്നും പറഞ്ഞൊരു പാർട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ അത് പുറത്തു വിട്ടേക്കുവാണ്. അതായത് മില്യൺ ആളുകളാണ് അത് ഫോളോ ചെയ്യണേ. മില്യൺ എന്ന് വെച്ചാൽ തുടക്കത്തിലേ തന്നെ അത് എത്രയോ മില്യൺ ആളുകൾ അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു വലിയൊരു ക്യാമ്പയിൻ അതിനെതിരെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന BJP ആണെങ്കിൽ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതെന്ത് രീതിയിലാണ് അത് പാർട്ടി ആണെങ്കിൽ അത് വളർന്നു തന്നെ എന്നുള്ളത് ഇവർക്ക് ഭയങ്കര പേടിയോടെയാണ് ഇവർ കാണുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അക്കൗണ്ട് പൂട്ടിക്കാനുള്ള പരിപാടി, അങ്ങനെയുള്ള പരിപാടിയിലേക്കൊക്കെ ഗവൺമെൻറ് നീങ്ങുന്നുണ്ട്. അതുമാത്രമല്ല, അത് തുടങ്ങി വെച്ച ആ പയ്യൻ്റെ വീടിന് വധഭീഷണി വരെ, വീട്ടുകാർക്ക് വധഭീഷണി വരെ നേരിടണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എല്ലാവരും വാർത്തകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയായാലും അത് ഒരു ആളെ നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ അതിനോടൊരു ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ അതിനോടൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ടാവുമല്ലോ, എന്തെങ്കിലും താല്പര്യം തോന്നിയിട്ടാവുമല്ലോ നമ്മൾ അതിനെ ഫോളോ ചെയ്യണത്. അപ്പോൾ ഇത്രയും മില്യൺ ആളുകൾ അതിനെ ഫോളോ ചെയ്യേണ്ടി അതിലെന്തെങ്കിലും നല്ലത് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഭരണത്തിനെതിരായിട്ട് സംസാരിക്കാൻ പറ്റിയൊരു ആളായിട്ട് ആ പാർട്ടിയിൽ തോന്നിയിട്ടുണ്ടാവും. ഇപ്പോൾ കോൺഗ്രസ്സിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രതിപക്ഷത്തിരുന്നിട്ട്, ഇപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഇന്ത്യയിൽ പ്രതിപക്ഷത്തിരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ബദലായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി രൂപപ്പെട്ട് വരുമ്പോൾ അതിനോട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു സത്യമായുള്ള ഒരു കാര്യമാണ്. അത് മറച്ചു വയ്ക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ അത് ഭരണത്തിനെതിരെ ജനങ്ങൾ ഒന്നിക്കണതാവാം. എന്താ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തായാലും അതിനെ തുടക്കത്തിലേ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. എന്തായാലും അതൊരു പേടിച്ചുള്ള ഒളിച്ചോട്ടമാണ്. എന്തായാലും അയാൾക്കെതിരെ കേസെടുക്കുകയാണെങ്കിലും അവരുടെ ഇൻസ്റ്റാഗ്രാം പൂട്ടിക്കാനാണെങ്കിലും എക്സിൽ അവർ പുതിയ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി അത് തുടങ്ങാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയണ കേൾക്കുന്നു. എന്തായാലും അത് ഒരാളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ അതിന് തുടക്കത്തിലേ ഇങ്ങനെ പേടിക്കുന്നത് ശരിയല്ല. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പറിച്ച് എന്താണെന്നൊക്കെ ആയി വരട്ടെ, എന്നിട്ട് പേടിച്ചാൽ പോരെ. ഇപ്പോഴേ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കെതിരെ ഒരാൾ ഇത് ചെയ്യുന്ന വെച്ച് നമ്മൾ ഉടനെ പേടിച്ച് നമ്മൾ വീട്ടിൽ പോയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ BJPയെ സംബന്ധിച്ചോളം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ഇത്രയും സംസ്ഥാനങ്ങൾ അവർ പിടിച്ചടക്കിയിട്ടുണ്ട്, ഇന്ത്യ ഭരിക്കുന്നു. അവർ ഇത്ര പേടിക്കണമെങ്കിൽ ആ ചെറിയ ഒരു ക്രോക്രോച്ച് പാർട്ടി അത്രയേറെ അവർ ഭയക്കുന്നുണ്ട് ആ പാർട്ടീനെ എന്നാണ് സത്യം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കാൻ പോണേന്ന്.